Srikrishna College for Healthcare and Media Studies. VWalk Medical Lab Nursing Diploma Paramedical കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കര MLA UR പ്രദീപ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. പ്ലാന്റിൽ നിന്നുള്ള അസഹനീയമായ ദുർഗന്ധം മൂലം പ്രദേശത്തെ വീടുകളിലും ആരാധനാലയങ്ങളിലും പോലും ഇരിക്കാൻ കഴിയാത്ത വിധം കടുത്ത ദുരിതത്തിലാണ് നാട്ടുകാർ. പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ പ്രദേശവാസികൾ കടുത്ത ദുരിതത്തിലാണ് കഴിയുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ മറവിൽ നാട്ടുകാരുടെ ജീവനും ആരോഗ്യത്തിനും യാതൊരു വിലയും നൽകാതെയാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. പ്ലാന്റിൽ നിന്നുള്ള അസഹനീയമായ ദുർഗന്ധം കാരണം സമീപത്തെ വീടുകളിലും പള്ളികളിലും പോലും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. കോടതിയെയും പഞ്ചായത്തിനെയും പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പ്രവർത്തനം ആരംഭിക്കുന്നതിനായി അധികൃതർ മുന്നോട്ട് വെച്ച യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം. പ്രദേശത്ത് നേരിട്ടെത്തിയ MLA പ്ലാന്റിന്റെ പ്രവർത്തനം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും തുടർന്ന് ഇതിന്റെ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ അന്വേഷണത്തിനായി എത്തിയ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പ്ലാന്റിന് അനുകൂലമായ റിപ്പോർട്ടാണ് നൽകിയത്. ഈ പശ്ചാത്തലത്തിലാണ് MLA ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്ത് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ മറ്റു നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും MLA അറിയിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് തളി പ്രദേശത്ത് പുതുതായി പ്രവർത്തനം ആരംഭിച്ച അർബൻ വിങ്സ് എന്ന പൊഴി മാലിന്യങ്ങൾ സംസ്കരിച്ച് അതിന് മറ്റ് ബൈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് വലിയ ഈ തുടക്കം കുറിക്കുമ്പോൾ തന്നെ നാടിനെയും പഞ്ചായത്തിനെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവർ തുടക്കം കുറിച്ചിട്ടുള്ളത്. കെട്ടിടം മാത്രമാണ് പണിയാൻ പോകുന്നത് എന്ന് പഞ്ചായത്തെ തെറ്റിദ്ധരിപ്പിക്കും. പിന്നീട് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് ഇന്നതാണെന്ന് അറിഞ്ഞപ്പോൾ പഞ്ചായത്ത് അങ്ങോട്ട് ഒന്നും തന്നെ മുമ്പോട്ട് നീക്കാതെ അത് തടഞ്ഞു വെച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് അതിന് കോടതി മുഖാന്തരം വന്ന് കോടതി വിധി സംഭവത്തോടുകൂടിയാണ് അതിൻ്റെ പ്രവർത്തന അനുമതി അവർ നേടിയെടുത്തത്. എന്നാൽ നേടിയെടുത്തപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഈ മാലിന്യം കൊണ്ടുവന്ന് ഇതിനകത്ത് പ്ലാന്റിനകത്ത് കൊണ്ടുപോകുന്നവരെ അല്ലെങ്കിൽ എന്നിട്ട് അത് കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പ്രവർത്തിക്കുമ്പോഴും ഇതിലൊരു മണം വരാത്ത രീതിയിലാണ് കോടതിക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് കോടതി അനുവാദം കൊടുത്തിട്ടുള്ളത്. എന്നാൽ കാണുന്ന കാഴ്ചയെ അങ്ങനെയല്ല. പഞ്ചായത്തിൻ്റെയും ജനങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് അർബൻ വിങ്സ് എന്ന ഈ സ്ഥാപനം ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനടക്കം വരുന്ന കഴിഞ്ഞ ദിവസം അതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് പൊതുപ്രവർത്തകരും എല്ലാവരും ഉൾപ്പെടെ ഈ അടുത്ത ദിവസം അതിനകത്ത് പോയി അവരെ വിളിച്ചപ്പോൾ വാതിൽ തുറന്നില്ല. പിന്നീട് അവരകത്ത് പോയി നിർബന്ധിച്ച് കൂട്ടി വന്ന് വാതിൽ തുറന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ അകത്തേക്ക് ചെന്നപ്പോഴാണ് അതിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും അത് വളരെ മോശപ്പെട്ട മണം കൊണ്ട് ആ പ്രദേശത്ത് വരുന്ന ചെറിയ കുട്ടികളടക്കം പ്രായമുള്ള ആളുകൾക്ക് വരെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഉടൻ തന്നെ കളക്ടറെ വിളിച്ച് കളക്ടറോട് ഇത് അടിയന്തരമായി ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ കളക്ടർ അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആളുകളെയും എല്ലാം പറഞ്ഞു വിട്ട് പരിശോധിച്ചപ്പോൾ അവർ വരുന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാർ വരുന്ന സമയത്ത് ഈ മണം വരാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം വയ്ക്കുകയും പിന്നീട് രാത്രി കാലങ്ങളിൽ ഏകദേശം ഒരു 1 മണി സമയത്താണ് ഇതിൻ്റെ ഒരു മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ വീടിനകത്ത് കുക്കർ വയ്ക്കുമ്പോൾ കുക്കറിനകത്ത് വരുന്ന പ്രഷർ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഇത് വരും. ആ സമയത്താണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രഷർ വരുന്ന കൂടുതലുള്ള മണം വളരെ സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധമാണ് ആ പ്രദേശമെമ്പാടും വരുന്നത്. ഇത് നിരന്തരമായ അവിടുത്തെ ആളുകൾ സമരവും മറ്റുമായി എല്ലാം നോക്കിയിട്ടും ഇതിനെ തടയാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിയമസഭ നടക്കുന്ന സമയത്ത് ഈ പ്രദേശത്തുകാർ MLA എനിക്ക് നിവേദനം തന്നിരുന്നു. ആ നിവേദനത്തിൽ തന്നെ കത്ത് വെച്ച് ഈ സ്ഥാപനത്തെ നമുക്ക് ഇവിടുന്ന് മാറ്റി സ്ഥാപിച്ച് തരാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇതിങ്ങനെ നാടിന് ശല്യമായി മാറിയിട്ടുണ്ട്. അത് ഇതിന് ബുദ്ധിമുട്ടാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഗൗരവത്തോടു കൂടി എടുത്ത് അത് പരിശോധിക്കാം എന്ന രീതിയിലാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ നിയമപരമായിട്ടും അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഇതിൽ
ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ലൈസൻസ് കോടതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 100% സത്യമായിരിക്കും. അതേസമയം പ്ലാന്റിനെതിരെ അന്വേഷണം നടത്തുന്നതിനായി വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ചെയർമാനായി 4 പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. You are watching VCV News.